1999 പുരാവസ്തു ഗവേഷകർ മെക്സിക്കോയിൽ നിന്ന് കണ്ടെടുത്ത ഒരു വിസിൽ, ആസ്ടെക് ഡെത്ത് വിസിൽ. നിഗൂഢതകൾ നിഴലിക്കുന്ന ഈ വിസിലിൽ നിന്നും പുറത്തുവരുന്ന ശബ്ദമാണ് ലോകത്തെ ഏറ്റവും ഭയാനകമായതെന്ന് അവർക്കന്ന് തോന്നി. കാരണം അതൊരു നിലവിളിയാണ്, മരണവെപ്രാളത്തിൽ ഒരു മനുഷ്യനുണ്ടാക്കുന്ന നിലവിളി. മെക്സിക്കോയെ അടക്കി ഭരിച്ചിരുന്ന സംസ്കാരത്തിൽ നിന്നുള്ളവരിൽ ഏറ്റവും രക്തദാഹികളായിരുന്നു ആസ്ടെക്കുകൾ. 1300 മുതൽ 1521 വരെയുള്ളതാണ് ഇവരുടെ കാലഘട്ടം. ആസ്ടെക്കുകളുടെ കൈവശം ഈ വിസിൽ എപ്പോഴും ഉണ്ടാകും. യുദ്ധത്തിന് മുൻപ് അവരിത് മുഴക്കും. പക്ഷേ വെറുമൊരു വിസിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക? കേൾക്കുമ്പോൾ വിചിത്രമെന്ന തോന്നൽ ആസ്ടെക്കുകളെ അടുത്തറിയുമ്പോൾ മാറിപ്പോകും. ജീവനോടെ തന്നെ മനുഷ്യ ശരീരത്തിൽ നിന്നും ഹൃദയം വലിച്ചു പുറത്തെടുത്ത് ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുന്നവരായിരുന്നു ഈ ജനത. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ ആരാധന രീതി പിന്തുടർന്നിരുന്നവർ. ഓരോ പ്രവൃത്തിക്ക് മുൻപും അവർ ഊതുന്ന ഈ വിസിലിന്റെ ഉൾഭാഗം ഏതാണ്ട് ഒരു മനുഷ്യന്റെ ശ്വസനനാളം പോലെ തന്നെയാണ്. 1 കിലോഹെർട്സ് ആവൃത്തിയിലെ ശബ്ദമാണ് ഇതിൽ നിന്നുണ്ടാവുക. ഭയത്തിന്റെ ഉച്ചസ്ഥായിയിൽ ഒരാൾ അലറുന്നതിനോട് സമാനമാണ് ഇതെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കാലിപ്റ്റോ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ മായൻ സംസ്കാരവും അവർ നടത്തിയിരുന്ന നരബലിയുടെ ആചാരാനുഷ്ഠാനങ്ങളും കാട്ടുന്നുണ്ട്. മാത്രമല്ല, പണ്ടത്തെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ആസ്ടെക്കുകളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന രീതി എത്ര ഭീകരമാണെന്ന് മനസ്സിലാകും. ആരാണ് ഈ ആസ്ടെക്കുകൾ? മെക്സിക്കോയിൽ AD 1200 ഉയർന്നു വന്ന ഒരു ഗോത്ര വിഭാഗമാണിവർ. ശക്തമായ സാമ്രാജ്യം പടുത്തുയർത്തിയ ഇവർ രാജ്യത്തെ 38 പ്രവിശ്യകളായി വിഭജിച്ചു. നവ്വാട്ടിൽ ഭാഷയാണ് ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത്. ആസ്ടെക്കുകളെ കുറിച്ച് പഠനം നടത്തുന്നവർ 2020 വരെ മാത്രം മധ്യ മെക്സിക്കോയിൽ നിന്നും 20,000 മനുഷ്യരുടെ തലയോട്ടികളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നവരായിരുന്നു ഇവർ. നരബലി തന്നെയാണ് ഇതിൽ പ്രധാനം. മനുഷ്യന്റെ ജീവൻ ബലിയർപ്പിക്കാതെ തങ്ങളുടെ ദൈവങ്ങൾക്ക് ലോകത്തെ രക്ഷിക്കാനുള്ള ശക്തി ലഭിക്കില്ലെന്ന് ഇവർ കരുതിയിരുന്നു. പ്രധാനമായും 5 ദൈവങ്ങൾക്കായിരുന്നു ആസ്ടെക് ആരാധന നടത്തിയിരുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടി ഈ 5 ദൈവങ്ങളും സ്വയം ജീവൻ അർപ്പിച്ചുവെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അതിനാൽ ദൈവങ്ങളോടുള്ള നന്ദി സൂചകമായും അവർ കൂടുതൽ ശക്തി പ്രാപിച്ച് തങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഇവർ നരബലി നടത്തും. 18 മാസങ്ങളുള്ള കലണ്ടറാണ് ആസ്ടെക് പിന്തുടർന്നിരുന്നത്. ഇതിൽ ഓരോ 52 വർഷം കഴിയുമ്പോഴും ലോകം അവസാനിക്കുമെന്ന ഭയം ആസ്ടെക്കുകളെ പിന്തുടർന്നിരുന്നു. എന്നാൽ ഇത് തടയാൻ ആവശ്യമായ നരബലികൾ നടത്തണം. അതിനായി പുരുഷന്മാരെയും കുട്ടികളെയും ആസ്ടെക് ക്രൂരമായി തന്നെ ഉപദ്രവിച്ചു. ചില ദൈവങ്ങൾക്ക് കുട്ടികളുടെ രക്തമാണ് കൂടുതൽ പ്രിയമെന്ന് കരുതി കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വലിയ മുറിവുകൾ ഉണ്ടാക്കി രക്തമൊഴുക്കുമായിരുന്നു. കൂടാതെ ആളുകളെ മൃഗങ്ങൾക്കൊപ്പം ചുട്ടെരിച്ചും ഈ ഗോത്രവർഗം ആരാധന നടത്തിപ്പോന്നു. ഈ സമയത്തെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത് ഈ ആസ്ടെക് വിസിലാണ്. ആളുകളുടെ പ്രാണന് വേണ്ടിയുള്ള നിലവിളി ഉയരുന്ന ആസ്ടെക് ഡെത്ത് വിസിൽ. അങ്ങനെ അടുത്ത 52 വർഷങ്ങൾ കൂടി മനുഷ്യരാശിയുടെ ജീവൻ നിലനിർത്താനുള്ള ശക്തി ലഭിക്കുമെന്നും ആവശ്യത്തിന് നരബലി നടത്തിയില്ലെങ്കിൽ 52 വർഷം കഴിയുമ്പോൾ ലോകം അവസാനിക്കുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. 52 വർഷം കഴിഞ്ഞുള്ള ആദ്യ സൂര്യോദയം ആസ്ടെക്കുകളുടെ വലിയ ആഘോഷദിനമായിരുന്നു. വർഷത്തിലേറെ ആസ്ടെക്കുകൾ മെക്സിക്കോ ഭരിച്ചു. ക്രൂരതയ്ക്ക് പേരുകെട്ട ഈ ഗോത്രവർഗം തന്നെയായിരുന്നു അക്കാലത്തെ മെക്സിക്കോയിലെ ഏറ്റവും വലിയ സാമ്രാജ്യവും.
എന്നാൽ 1400-കളിൽ നടന്ന സ്പാനിഷ് അധിനിവേശത്തോടെ ആസ്ടെക് സാമ്രാജ്യം നശിച്ചു. പക്ഷെ കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ ഗോത്രവിഭാഗം നടത്തിയ കൊടും ക്രൂരതയ്ക്ക് വിധേയരായ മനുഷ്യരുടെ എന്നോണം പ്രാണനു വേണ്ടിയുള്ള നിലവിളി ഇപ്പോഴും കേൾക്കാം ആസ്ടെക് ഡെത്ത് വിസിൽ ഊതി നോക്കിയാൽ.